1-2 വർഷത്തിനുള്ളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് അല്ലെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കോഴ്സ് വെറും കുപ്പത്തൊട്ടിക്ക് സമാനമായി മാറുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? അതെ ഗൈസ്, ദ എറ ഓഫ് AI ഈസ് ഹിയർ. അതായത് ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് AI ഉപയോഗിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും. അതായത് AI ഉപയോഗിച്ചിട്ട് AI ഇല്ലാതെ നമുക്ക് ഇനി ജീവിക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് സ്മാർട്ട് ഫോൺ. നമ്മളെ കയ്യിലൊന്നും ആദ്യം സ്മാർട്ട് ഫോൺ ഇല്ലാതല്ലേ. എൻ്റെ ചെറുപ്പകാലത്തിലൊന്നും സ്മാർട്ട് ഫോൺ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതായത് ഏകദേശം ഒരു 2007-2006 ആ ഒരു റേഞ്ചിലാണ് സ്മാർട്ട് ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടും ഏകദേശം 4-5 കൊല്ലത്തോളം നമ്മളെ കയ്യിലൊന്നും, സാധാരണക്കാരുടെ കയ്യിലൊന്നും സ്മാർട്ട് ഫോണോ കാര്യങ്ങളോ എത്തിയിട്ടില്ല. പിന്നെ നമ്മൾ പോയി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു 2018-2019 ഒക്കെ എത്തിയപ്പോഴേക്കും എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ വരാൻ തുടങ്ങി. പിന്നെ ഒരു അടുത്ത ലാസ്റ്റ് ഒരു കണ്ടീഷൻ എത്തി, അതായത് സ്മാർട്ട് ഫോൺ ഇല്ലാതെ ഇനി ജീവിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരെ നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി AI നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ് വരാൻ പോകുന്നത്. അതായത് AI ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏകദേശം 2023 അല്ലെങ്കിൽ 2024 ആ ഒരു കാലഘട്ടത്തിലാണ് AI കറക്റ്റായിട്ട് പോപ്പുലറൈസ് ചെയ്ത് വന്നത്, ChatGPT ഒക്കെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5-6 വർഷത്തിന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായി മാറാൻ പോവുകയാണ് AI. അതായത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിട്ട് നമ്മൾ കൂടെ വരാൻ പോകുന്ന ഒരാളാണ് ഈ ഒരു AI എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് എക്കണോമിക് ഫോറം ഇപ്പൊ അടുത്തിടെ പുറത്തിറക്കിയ ഒരു ആർട്ടിക്കിളിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഏകദേശം 85 മില്യണോളം ജോബായിരിക്കും ഈ ഒരു AI വരുന്നതിലൂടെ നഷ്ടപ്പെടാൻ പോകുന്നതും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വേറൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, 95 മില്യണോളം ജോബ്സ്, പുതിയ ജോബ്സ് ആണ് ഇതിന് പകരമായിട്ട് വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഇപ്പം ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 85 മില്യൺ അല്ലെ. അതായത് ഈ ഒരു 85 മില്യണില് ഞാനും പെടുമോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഇന്ന് എല്ലാവരും ഉള്ളത്. അതായത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വിട്ടുപോകുന്നു പറയപ്പെടാവുന്ന ഒരു ജോബാണ് ഈ ഒരു ഡാറ്റ എൻട്രി ജോബ് കാര്യങ്ങളൊക്കെ. അതായത് AI ഉപയോഗിച്ച് AI ഓട്ടോമേഷൻ ഉപയോഗിച്ച് ഇനി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ഇപ്പം ഡാറ്റ എൻട്രി ജോബ്. ഓക്കെ, ഇപ്പൊ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട്, അതായത് ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരാണ് ആ ഒരു ജോബ് ചെയ്തിട്ട് അതായത് ഡെയിലി മാസം ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ AI പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവർക്ക് മൊത്തം ജോബ് നഷ്ടപ്പെടാൻ പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഇനി എമേർജിംഗ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഏതൊക്കെ ജോബാണ് AI റീപ്ലേസ് ചെയ്യുക, ഏതൊക്കെ ജോബാണ് AI വരുന്നതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. അല്ലെങ്കിൽ വരാവുന്ന ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പം ഒരു കോഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും ഒരു കോഴ്സ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ മുന്നേ ഒരു ജോബ് നിങ്ങൾ AI കാര്യങ്ങളൊന്നും നോക്കാതെ നിങ്ങളൊരു ഡാറ്റ എൻട്രി ജോബ് നിങ്ങൾ സെലക്ട് ചെയ്തു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ്, അതായത് ഇപ്പോൾ ഒരു 3 ഇയർ 4 ഇയർ വരെയുള്ള ഒരു കോഴ്സ് നിങ്ങൾ എടുത്ത് പഠിച്ചിട്ട് അടുത്ത ലാസ്റ്റ് നിങ്ങൾ പഠിച്ചു പോയിട്ട് നിങ്ങൾ പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ജോലി ഇല്ല, ആ ഒരു ജോലി AI റീപ്ലേസ് ചെയ്തു, AI ഓട്ടോമേഷനിലോട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ജോലി ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 4 കൊല്ലാണ് ഒന്നും അറിയാതെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, AIനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഏതൊക്കെ ജോബാണ് AI റീപ്ലേസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, ഏതൊക്കെ ജോബാണ് AI അതായത് എമേർജ് ചെയ്ത് വരുന്നുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ് ഏതൊക്കെ ടൈപ്പിലുള്ള ജോബായിരിക്കും AI റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ ടൈപ്പിലുള്ള ജോബായിരിക്കും ലെസ്, അതായത് കുറച്ച് സേഫ് സോൺ എന്ന് നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ള ജോബ്, അല്ലെങ്കിൽ ഏതൊക്കെ ജോബാണ് എമേർജിംഗ് ആയിട്ട് വരാൻ പോകുന്ന ജോബ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക, നിങ്ങൾ ഏത് ഒരു ക്വാഡ്രന്റിലാണ് വരിക എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതായത് ഞാൻ പറയാൻ പോകുന്നത് 4 ക്വാഡ്രന്റ് ആക്കിയിട്ടാണ്. സപ്പോസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് X and Y ആക്സിസിൽ ഞാൻ ഒരു ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ നിങ്ങളൊരു X and Y ആക്സിസിൽ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു X ആക്സിസ് എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെയുള്ളൊരു ആക്സിസ് എന്ന് പറയുന്നത് സ്കില്ലാണെന്ന് വിചാരിക്കാം. ഇനി ഈ ഒരു Y ആക്സിസ് എന്ന് പറയുന്നത് റീപ്ലേസ്മെന്റ്, അതായത് നിങ്ങളെ റീപ്ലേസ്മെന്റ് ചെയ്യാനുള്ള ചാൻസ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായി 4 ക്വാഡ്രന്റ് കിട്ടിയില്ലേ. അപ്പൊ ഈ ഒരു 4 ക്വാഡ്രന്റിൽ നിങ്ങൾ എവിടെ വരുമെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇവോൾവ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ ഇനി വീഡിയോയിലോട്ട് പോകുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ജോബാണ് നിങ്ങൾക്ക് ഇനി എമേർജിംഗ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പൊ ഗൈസ്, ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെ നമുക്ക് നോക്കി നോക്കാം. അതായത് ലോ സ്കില്ലും ഹൈലി റീപ്ലേസബിളും ആയിട്ടുള്ള കുറച്ച് ജോബ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്ന ഡാറ്റ എൻട്രി ജോബ്സ്. ഓക്കെ, അപ്പോൾ ഡാറ്റ എൻട്രി ജോബ്സ് കാര്യങ്ങളൊക്കെ ഹൈലി റീപ്ലേസബിൾ ആണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ടെലി കോളിംഗ് ജോബ്സ്,
പിന്നെ കാഷ്യർ ജോബ്സ്, അങ്ങനത്തെ കുറച്ച് ജോബ്സ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി റീപ്ലേസിബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എല്ലാത്തിനും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. അതായത് ഒരു സ്ക്രിപ്റ്റഡ് ബേസിസിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയാവുന്ന കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഡാറ്റ എൻട്രി. ഡാറ്റ എൻട്രി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താ, സിമ്പിൾ ആണല്ലേ. അതായത് ഒരു ഡാറ്റ ഷീറ്റ് കാര്യങ്ങളൊക്കെ തരും, അത് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ടൈപ്പിസ്റ്റുമാര് ജസ്റ്റ് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AI ഓട്ടോമേഷനിലൂടെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു അടുത്ത സെക്കൻഡ്, ആ ഒരു സെക്കൻഡ് തന്നെ നമുക്ക് എല്ലാ ഡാറ്റയും കറക്റ്റ് ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോർമാറ്റ് തരും. പിന്നെ ടെലികോളിംഗ് സർവീസ്, കസ്റ്റമർ കെയർ സർവീസ്, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ ജോബ്സ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഷീറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഫോം ഉണ്ടാവും. ആ ഒരു ഫോം ബേസിസിലായിരിക്കും ഈ ജോബ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ഓട്ടോമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഏതെങ്കിലും കസ്റ്റമർ ക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് ഉള്ള കുറേ അധികം ഡാറ്റാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യാൻ AIക്ക് കഴിവുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് അത് ജസ്റ്റ് പഠിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നതിനെക്കാട്ടും സിമ്പിളായിട്ട് AIക്ക് കറക്റ്റായിട്ട് അതിൻ്റെ സോഴ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് ആ കസ്റ്റമർക്ക് എന്താണ് ക്വയറീസ് സിമ്പിളായിട്ട് തീർത്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ജോബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ സ്കിൽസോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് നമുക്ക് പറയാനുള്ള ഒരു കഴിവ് കാര്യങ്ങളൊക്കെ മതി. ഓക്കെ, അപ്പോൾ ലോ സ്കില്ലായിട്ട് പിന്നെ നമുക്ക് AI വെച്ച് നോക്കുകയാണെങ്കിൽ ഹൈലി റീപ്ലേസിബിൾ ആയിട്ടുള്ള കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റ് നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു ക്വാഡ്രന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈലി സ്കില്ലും ഹൈ ചാൻസ് ഓഫ് റീപ്ലേസ്മെന്റ് ആണുള്ളത്. അതായത് ഈ ഒരു സ്കില്ല് എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ കിട്ടുന്ന ഒന്നല്ല. ഇവരെന്ത് ചെയ്യണം, കുറെ അധികം പഠിച്ച് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള സ്കില്ല്, കുറെ അധികം വർഷങ്ങളെടുത്ത് ഡെവലപ്പ് ചെയ്ത് വന്ന സ്കില്ലായിരിക്കും. അല്ലെങ്കിൽ ഇവർ കുറെ അധികം എക്സ്പീരിയൻസിലൂടെ നേടിയിട്ടുള്ള സ്കില്ലായിരിക്കും. അതാണ് ഒരു സുപ്രഭാതത്തിൽ AI വന്നിട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് വിഷമമുള്ളൊരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, അഡാപ്റ്റ് ചെയ്യണം. ലൈക്ക് ഇതിൽ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലേ MD, സൂപ്പർ സ്പെഷ്യാലിറ്റി കാര്യങ്ങളിലൊക്കെ വരുന്ന ഒരു ഇതാണ്. അതായത് AI ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സിമ്പിളായിട്ട് എക്സ്റേയും കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വരുന്ന ഒരു പ്ലസ് പോയിന്റ് ആണ്. കാരണം ഇപ്പം റേഡിയോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൺ, അതായത് നമ്മളൊരു ഹ്യൂമൺ നമുക്ക് ഒരു ഡീറ്റെയിൽ, ഒരു എക്സ്റേ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കാണുന്നതിനെക്കാട്ടും ഉപരി നമുക്കൊരു AI ഉപയോഗിച്ചിട്ട് അതിൽ കറക്റ്റായിട്ട് എന്താണോ കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം അങ്ങനെ റീപ്ലേസിബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ലൈക്ക് കൺസൾട്ടന്റ്, അതായത് ടാക്സോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, ഇങ്ങനത്തെ ഒക്കെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കധികം നല്ല രീതിക്കുള്ള പഠന സ്കിൽസൊക്കെ വേണമല്ലേ. പക്ഷേ AI എന്ന് വന്നതിലൂടെ അതൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ട്. അതായത് നമുക്കൊരു ഡാറ്റ കാര്യങ്ങൾ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ മതി. അത് നമുക്ക് AI കറക്റ്റായിട്ട് എന്താണ് കാര്യം, സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞുതരും. ഓക്കെ, അതായത് ഒരു ഹ്യൂമണിനെക്കാട്ടും കൂടുതൽ നമുക്ക് എന്താ പറ്റും, ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള കഴിവെന്ന് AIക്ക് ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കൺസൾട്ടൻസി ജോബ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ ഫൈനാൻഷ്യലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡേഴ്സ്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള ജോബ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസിബിൾ ആണ്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, കൺസൾട്ടൻസി വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈലി വെർണബിൾ ആയിട്ടുള്ള ജോബാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലീഗൽ റിസർച്ചേഴ്സ്, അതായത് ലീഗൽ റിസർച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സെക്ഷൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ആർക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ AI കറക്റ്റായിട്ട് നമുക്ക് എവിടെയാണോ ഏതാണോ കാര്യങ്ങൾ, ഏതാണ് പോയിന്റ് ആണ് വേണ്ടത് വെച്ചാൽ അത് നമുക്ക് പറഞ്ഞുതരും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് കേട്ടോ. സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എൻഡ് അല്ല ഞാൻ പറയുന്നത്, കുറച്ച് ലോവർ എൻഡ്, ബേസിക് ആയിട്ടുള്ള കോഡിങ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഇന്ന് വലിയ കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് AI ഉപയോഗിച്ചിട്ട് കുറേ അധികം വെബ്സൈറ്റ് ഉണ്ട്, കോപ്പൈലറ്റ്, അങ്ങനെ കുറേ അധികം വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ടുള്ള കോഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് വേറെ സ്കിൽസോ കാര്യങ്ങളൊന്നും വേണ്ടില്ല. അപ്പോൾ നമുക്ക് എന്താ ആ ഒരു ജോബ് എന്ന് പറയുന്നത് റീപ്ലേസ് ആയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമ്മൾ പിന്നെ ലീഗൽ കൺസൾട്ടൻസി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, AI ഉപയോഗിച്ചിട്ട് മാറ്റി കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ജോബിലുള്ളവരൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് AI എല്ലായിടത്തും കൊണ്ടുപോകുന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, AIയും കൂടി പഠിക്കണം. അതായത് ഹ്യൂമൻ പ്ലസ് AI എന്നുള്ളൊരു ഫോർമാറ്റിൽ നമ്മൾ വർക്കിംഗ് കൊണ്ടുപോകണം. അല്ലാതെ AI മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യാനില്ല. നമുക്കിപ്പം ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ പ്ലസ് AI ഗ്രേറ്റർ ദാൻ AI ഇറ്റ് സെൽഫ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഹ്യൂമൻ പ്ലസ് AI ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, AI കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒന്ന് കുറച്ച് കാലത്തേക്ക് നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, മറ്റുള്ള ജോബ്, ഞാൻ ഇനി പറയാൻ പോകുന്ന ജോബ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിലേക്ക് മാറാൻ
മെയിനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഗൈസ് തേർഡ് ക്വാഡ്രന്റിൽ വരുന്ന ജോബ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. അതായത് ലോ സ്കില്ലും ലോ റീപ്ലേസബിൾ ആയിട്ടുള്ള കുറച്ച് ജോബ്സ് ഞാൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ജോബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം സ്കില്ലോ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റീപ്ലേസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൽക്കാലത്തിന് നിങ്ങൾ വളരെയധികം സേഫുമാണ്. അപ്പോൾ ജോബ് എന്താ വെച്ചാൽ നമുക്ക് അധികം ലോ സ്കില്ലായതുകൊണ്ട് നമുക്ക് അധികം ഇൻകോ കാര്യങ്ങളൊന്നും ജനറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഹൗസ് കീപ്പിംഗ്, പിന്നെ റെസ്റ്റോറൻറ്റിലെ വെയിറ്റേഴ്സ്, പിന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ ലേബേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോമൺ ആണല്ലേ, കുറച്ച് മെക്കാനിക്കൽ ആയിട്ടുള്ള വർക്കാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം പിന്നെ എന്താ ഗാർഡനേഴ്സ്, അങ്ങനത്തെ കുറേ അധികം ജോബ്സ് വരുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ജോബാണ്. അപ്പോൾ AI ഇപ്പോൾ വന്നിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, അതായത് ബ്രെയിനിലാണ് നമ്മൾ പണിയെടുത്തിട്ടുള്ളത്. പക്ഷെ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ മേഖല ഇപ്പോഴും അത്ര അങ്ങോട്ട് ഡെവലപ്പ് ആയിട്ടില്ല അല്ലേ. അപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇനി എന്ത് ചെയ്യണം, റോബോട്ടിക്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് രണ്ടിനും കൂടിയൊരു ഇത് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ജോബ്, ഈ ഒരു കാർപ്പൻട്രി, ഇലക്ട്രീഷ്യൻ, അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ. അപ്പം ഇങ്ങനത്തെ ഒരു മെക്കാനിക്കൽ മേഖലയിൽ കുറച്ചുകൂടി മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഇത് രണ്ടും കമ്പൈൻ ചെയ്യണം. പക്ഷെ റോബോട്ടിക്സ് ഇന്ന് അത്രത്തോളം ഒന്ന് ഡെവലപ്പ് ആയിട്ട് ഇല്ല, ഇത് ചെയ്ത് വരണം. ഓക്കെ, അപ്പൊ ഫ്യൂച്ചറിൽ അതും വരും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ക്വാഡ്രന്റിലുള്ളവർ ഇപ്പൊ തൽക്കാലത്തിന് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അവരും AI പറ്റി അറിഞ്ഞിരിക്കുക. കാരണം കുറെ അധികം മെക്കാനിക്കൽ ടൂൾസ് ഇപ്പൊ ഡെവലപ്പായി വരുന്നുണ്ട്. ആ ഒരു ടൂളിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്കും ഇന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു ടൂൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ബേസിക് ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം. സേഫ് ആണെന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഗൈസ് ഇനി നാലാമത്തെ ക്വാഡ്രന്റിൽ ആരൊക്കെ വരുമെന്ന് നമുക്ക് നോക്കി നോക്കാം. നാലാമത്തെ ക്വാഡ്രന്റ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഏറ്റവും സേഫ് നമുക്ക് പറയാവുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈ സ്കില്ലും ആണ്, ലോ റീപ്ലേസബിളും ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നാലാമത്തെ ക്വാഡ്രന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വരാവുന്ന മെയിൻ ആയിട്ടുള്ളൊരു ആൾക്കാർ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ ഈ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പോൾ ഡോക്ടേഴ്സ്, പിന്നെ ഡെന്റിസ്റ്റ്, പിന്നെ നമുക്ക് സൈക്കോളജിക്കായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരുന്ന ആൾക്കാർ, പിന്നെ ഫിസിയോളജിസ്റ്റ്, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ വേണ്ട എന്താ വെച്ചാൽ ഇമോഷണൽ കണക്ഷൻ വേണം അല്ലേ. പേഴ്സൺസിനായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ വേണ്ട ജോബ്സ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് AI കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഹെൽത്ത് കെയർ മേഖല ഒരു AIനെ ഏൽപ്പിച്ച് പോരാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് വലിയ അപകടത്തിലാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ കുറച്ചധികം സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ AI പ്രോംപ്റ്റ് എഞ്ചിനീയർ, അങ്ങനെ ഒരു കാര്യങ്ങൾ, അതൊക്കെ എമേർജിംഗ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പം ഇന്ന് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള നല്ല കുറച്ച് ജോബ്സ് ആണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. AI പ്രോംപ്റ്റ് എഞ്ചിനീയർ, പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെബ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന, അതായത് AI ഉപയോഗിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഡിസൈനേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റോ, പിന്നെ എൻ്റർപ്രണേഴ്സോ, പിന്നെ ലോയേഴ്സ്. ഈ ലോയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലേ, കോടതിയിൽ നമ്മൾ വാദിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ലോയേഴ്സ് തന്നെ വേണം. അത് അതിനെ ഏൽപ്പിച്ച് പോരാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ജഡ്ജി, കോടതിയിൽ വരുന്ന ജഡ്ജസ്, അങ്ങനത്തെ ലീഗലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് ഫിസിക്കൽ പ്രസൻസ് വേണ്ടിയിട്ടുള്ള കുറേ അധികം ജോബ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഈ പറഞ്ഞ നാലാമത്തെ ക്വാഡ്രന്റിലുള്ള ഒരുവിധം ജോബൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ജോബ്സ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിനായിട്ടും നിങ്ങളെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുക. അതായത് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന, ഫ്യൂച്ചറിൽ പഠിക്കാൻ പോകുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നല്ല സാലറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു 4 ക്വാഡ്രന്റ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഇനി എന്ത് ചെയ്യുക, ഫ്യൂച്ചറിലേക്ക് എന്താണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാത്രമേ നമുക്ക് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഇനി പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ലൈക്ക് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചു ഇനി അവസാനം പോയിട്ട് അതൊരു AI എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വർഷം വേസ്റ്റ് ആവും ചെയ്ത് നമ്മൾ ആ ഒരു ടൈമിൽ എന്താണെന്ന് ചെയ്യാൻ പോലും നമുക്ക് അറിയുന്നുണ്ടാവില്ലേ. ഓക്കെ, അപ്പോൾ അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് AI നിങ്ങളെ ജോബ് റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളതല്ല, നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. ലൈക്ക് നിങ്ങൾ ഈ AI കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് AI ടൂൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ആ ഒരു ജോബിന് വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്യുമോ എന്നാണ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും ഏത് ക്വാഡ്രന്റിലാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, ഞാൻ ബേസിക് ആയിട്ട് കുറച്ച് ജോബ്സ് കാര്യങ്ങളൊക്കെയാണ് 4 ക്വാഡ്രന്റിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ ജോബ് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക്
നിങ്ങൾക്ക് സ്കിൽസ് ഉണ്ടോ, നിങ്ങൾക്ക് എത്രത്തോളം റീപ്ലേസിബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക ഏത് ക്വാഡ്രന്റിലാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ഡൗൺ ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അനലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഭൂരിഭാഗം നമ്മുടെ സൊസൈറ്റി ഏരിയയിൽ ഏത് ക്വാഡ്രന്റിലുള്ള ആൾക്കാരാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ കൺവേ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഡിസിഷൻ മേക്കിംഗ് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ജോബ് കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ഇറ്റ്സ് മീ നവനി സൈനിങ് ഓഫ്.